بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. عن النبي صلى الله عليه وسلم أنه قال: أيها الناس قد فرض الله عليكم الحج فحجوا. فقال رجل من الصحابة رضي الله تعالى عنهم: أكل عام يا رسول الله؟ فسكت رسول الله صلى الله عليه وسلم حتى قالها ثلاثة. فقال: لو قلت نعم لوجب لما استطعتم أو كما قال سيدنا رسول الله صلى الله عليه وسلم. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ദീനി സ്നേഹികളെ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർഹമുർ-റഹീമായ പരമദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇത് തീർത്തും ഒരു ആഖിറത്തിൻ്റെ മജ്‌ലിസാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. കാരണം ഈ ഭവനത്തിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയ അസീമിനെ യാത്രയാക്കുന്നതിന് വേണ്ടി, ദുആ ചെയ്ത് യാത്രയാക്കുന്നതിന് വേണ്ടിയാണ് മിത്രങ്ങളും ബന്ധുക്കളും അയൽക്കാരുമായിട്ടുള്ള നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അസീമും ഞാനുമായിട്ടുള്ള ബന്ധം ഈ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ വന്നതിൻ്റെ ആ കാര്യവും അത് തന്നെയാണ്. അങ്ങനെ ബന്ധത്തിൻ്റെ പേരില്ല. എൻ്റെ ശിഷ്യൻ, അതായത് എൻ്റെ അടുത്ത് ഇന്ന് പഠിച്ച ആൾ, അപ്പോൾ പണ്ട് ഒരു 30 വർഷത്തിനുണ്ട്, 30 വർഷമായി നടക്കുമ്പോൾ അന്ന് എൻ്റെ അടുത്ത് നിന്ന് നാട്ടി അൽഹംദുലില്ലാ എൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ അടുത്ത് നിന്ന് ഓതി പഠിച്ച് വേറെ എവിടെ ഓതിയിട്ടില്ല. അല്ല, അപ്പോൾ ആ ഒരു അറിവും ആ ഒരു ഇൽമും അൽഹംദുലില്ലാ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകുന്നതിനും ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹം ഉണ്ടായി അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിനുമൊക്കെ മനസ്സ് വന്നത് ആ ഒരു ഇൽമിൻ്റെ മഹത്വം കൊണ്ടാണ്, പ്രത്യേകത കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുന്യവിയായ ജീവിതത്തിൽ നടത്താവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷകരമായ യാത്രയാണ് പരിശുദ്ധ മക്കയിലേക്കുള്ള യാത്ര. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും പല യാത്രകളും ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ ഇതേവരെ നമ്മൾ ചെയ്തതിൽ വെച്ച് ഇനി നമ്മൾ ചെയ്യാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷകരമായ യാത്ര എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള യാത്ര, അതുപോലെ ഉംറ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള യാത്ര. സയ്യിദുൽ കൗനൈനി വ സഖലൈനി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ റൗള സിയാറത്ത് ചെയ്യുക എന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. ആ അഭിലാഷം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള മദീനയിലേക്കുള്ള യാത്ര. അപ്പോൾ മക്ക മദീനയിലേക്കുള്ള യാത്ര ഒരു മുസ്ലിമിന് ഈ ദുനിയാവിൽ വെച്ച് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ യാത്ര. അതിലും വലിയ സന്തോഷകരമായ മഹത്തായ ബൃഹത്തായ ഒരു യാത്രയും ഈ ദുനിയാവിൽ വെച്ച് ഒരാളിനും ചെയ്യാനില്ല. അത്രയോളം സന്തോഷകരമായ യാത്ര ശരിക്കും പറഞ്ഞാൽ അതാണ്. കാരണം ആ യാത്ര അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. വേറൊരു യാത്രയും അങ്ങനത്തെ യാത്രയില്ല. ഇന്നേക്ക് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബ ഷരീഫിൻ്റെ പുനരുദ്ധാരണം നടത്തി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അന്ന് ജബൽ അബൂ ഖുബൈസ്, പരിശുദ്ധ കഅബത്തിനോട് അടുത്തുള്ളതായ പർവ്വതം, അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ലോകത്തോട് ആഹ്വാനം ചെയ്തു: ഓ ജനങ്ങളെ, ദാ നിങ്ങളുടെ രക്ഷിതാവ് ഇവിടെ ഒരു ഭവനം പണിതിട്ടുണ്ട്. അതിലേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കണമെന്ന് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു. ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന്. അന്ന് ആ ക്ഷണം അല്ലെങ്കിൽ ആ വിളി കേൾക്കാൻ അന്ന് ആരും അവിടെ ഇല്ല, പരിസരത്ത് ആരുമില്ല. പക്ഷേ അന്ന് അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ലോകാവസാനം വരെ വരാനിരിക്കുന്നവരും ലോകാവസാനം വരെ ആരെല്ലാം ഹജ്ജിന് പോകുമോ ഉംറയ്ക്ക് പോകുമോ അവരെല്ലാം ആ വിളിക്ക് ഉത്തരം ചെയ്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ വിളിക്ക് ഉത്തരം ചെയ്തു. എങ്ങനെ ഉത്തരം ചെയ്തു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. എങ്ങനെ ഉത്തരം ചെയ്തു? ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ ഇരുന്നുകൊണ്ട്, പാപ്പമാരുടെ വാരിയെല്ലുകളിൽ ഇരുന്നുകൊണ്ട്
സർവ റൂഹുകളും ആ വിളിക്ക് ഉത്തരം ചെയ്തു. ആ വിളിക്ക് ഉത്തരം ചെയ്തവർക്ക് മാത്രമേ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ആ പുണ്യഭൂമിയിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ആ വിളിക്കുത്തരം ചെയ്തവർക്ക് മാത്രമേ. ഹസീമ് അന്ന് ആ വിളിക്കുത്തരം ചെയ്തു. അതുപോലെ ഈ പുണ്യധർമ്മം നിർവഹിച്ചതിലെല്ലാം ഈ സദസ്സിലിരിക്കുന്നവരെല്ലാം ഏകദേശമൊക്കെ ഹജ്ജ് ചെയ്തിട്ടുള്ളവരാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഉംറയ്ക്ക് പോയിട്ടുള്ളവരാണ് തോന്നുന്നു. അൽഹംദുലില്ലാഹ് എല്ലാവരും ഉത്തരം ചെയ്തവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം ചെയ്തവരാണ് ഈ ലോകത്ത് ഇന്നേ വരെ ഹജ്ജിന് പോയിട്ടുള്ളവർ, ഉംറയ്ക്ക് പോയിട്ടുള്ളവർ. ഇനിയും അങ്ങനെയാണ് ആ വിളിക്ക് ഉത്തരം ചെയ്തത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ യാത്ര പവിത്രമായത്. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അള്ളാഹു വിളിച്ച് അതും പ്രകാരം നടത്തുന്ന യാത്രയാണ് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയുള്ള യാത്ര. അത്ര പരിശുദ്ധമായ യാത്രയാണ്. ആ യാത്രയ്ക്ക് ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നമ്മൾ എത്തുന്ന സ്ഥലമാകട്ടെ, നമ്മൾ എത്തുന്ന ഭവനമാകട്ടെ, അത് എന്തുകൊണ്ടും വിശേഷപ്പെട്ട. ഹജ്ജിന് വേണ്ടി പോകുന്നവർ, ഉംറയ്ക്ക് വേണ്ടി പോകുന്നവർ എവിടേക്കാണ് പോകുന്നത്? മക്കയിലേക്ക്. മക്കയിൽ ഏത് ഭവനത്തിൻ്റെ മുന്നിലാണ്? കഅബ എന്ന് പറയുന്ന ഭവനത്തിൻ്റെ മുന്നിലാണ് പോകുന്നത്. പരിശുദ്ധ കഅബ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒന്നാമത്തെ ഭവനമാണ്. ഇന്ന് ഈ ഭൂമി എമ്പാടും വീടുകളുണ്ട്, ബിൽഡിങ്ങുകൾ, എന്തല്ല എല്ലാം ബിൽഡിങ്ങുകൾ കൊണ്ട്, കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആകാശത്തിനടിയിൽ ഭൂലോകം മുഴുവനും. എന്നാൽ ഈ ഭവനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഭൂമിയിൽ ഒന്നാമത്തെ ഭവനം എന്ന് പറയുന്നത് പരിശുദ്ധ കഅബയാണ്. പരിശുദ്ധ കഅബ സൂറ ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മളൊക്കെ ഓതുന്ന ഖുർആൻ സൂറ ആല ഇംറാൻ നോക്കിയാൽ അതിലുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഇന്ന അവ്വല ബൈത്തിൻ, തീർച്ചയായിട്ടും ഒന്നാമത്തെ വീട്. അതിനു മുമ്പ് ഒരു വീടും ഈ ഭൂമിയിൽ എവിടെയുമില്ല. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി, ജനങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട വീടുകളിൽ ഒന്നാമത്തെ വീട് ലല്ലദീ ബിബക്ക, പരിശുദ്ധ മക്കയിലുള്ള ആ വീടാണ്. ഏതാ വീടുള്ള ദിവസം? കഅബ, പരിശുദ്ധ കഅബ ശരീഫ്. കഅബ ശരീഫ് ഒന്നാമത്തെ വീട്. ഹജ്ജിനും ഉംറയും പോകുന്നവർ ഈ ചരിത്രങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ മുന്നിലെത്തുമ്പോൾ മനസ്സ് നിറയെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൊണ്ട്, തഖ്വ കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, ഖൗഫ് കൊണ്ട് നിറയും. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഈ ഭൂലോകത്ത് ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പണിത ഭവനത്തിന്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അറുവായ കാലം മുതൽ നമ്മൾ നിസ്കരിച്ചിരുന്നത് ഈ ഭവനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത് എന്ന ചിന്ത. അങ്ങനെ ഒരുപാട് ചിന്തകൾ മനസ്സിൽ ഒന്നാകെ വന്ന് മറിയുന്ന രംഗമാണ് പരിശുദ്ധ കഅബ ആദ്യമായിട്ട് ദൃഷ്ടിയിൽപ്പെടുന്ന കഅബത്തിന്റെ മുന്നിലെത്തുന്ന രംഗമെന്ന് പറയുന്നത്. അറുവായ കാലം മുതൽ എല്ലാ നിസ്കാരങ്ങളും, ഫർദ് നിസ്കാരങ്ങളും, സുന്നത്ത് നിസ്കാരങ്ങളും എല്ലാം നമ്മൾ നിസ്കരിക്കുന്നത് പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞാൽ. വേറെ ഒരു ദിശയിലേക്കും തിരിഞ്ഞു നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാകത്തില്ല. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയ്ക്ക് നേരിടുക, കഅബയ്ക്ക് നേരിടുക. അങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവനും തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നതായ ആ കഅബയ്ക്ക് മുന്നിൽ നമ്മൾ എത്തുകയും അത് നേരിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്ന രംഗം എന്ന് പറയുന്നത് എല്ലാം മറന്നു പോകുന്ന രംഗമാണ്. പരിസരബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന, പൊട്ടിക്കരഞ്ഞു പോകുന്ന രംഗമാണ് ആ രംഗം. ആ ഒരവസ്ഥയിലേക്കാണ് ഹസീമ് പോകുന്നത്. ഈ നാടിന്റെ നാനാഭാഗത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് ഉംറയ്ക്കും വേണ്ടി പോകുന്നവർ ആ ഭവനത്തിന്റെ മുന്നിലാണ് പോകുന്നത്. ഇതുവരെ പോയവരെല്ലാം ആ വീടിന്റെ മുന്നിലേക്കാണ് പോയത്. വേറെ ഒരു സ്ഥലത്ത് വെച്ച് നിർവഹിക്കാൻ പറ്റുന്ന ഒരു അമലുമല്ല ഹജ്ജ്. നിസ്കാരം സമയം എവിടെ വെച്ച് വാങ്ങുവിളിക്കുന്നു അവിടെ തിരിച്ചിരിക്കണമെന്നാണ്. അന്തരീക്ഷത്തിൽ വേണമെങ്കിൽ അന്തരീക്ഷം, ആകാശത്തിൽ എവിടെയെങ്കിലും അവിടെ, ഭൂമിയിൽ എവിടെയാണെങ്കിലും അവിടെ, വൃത്തിയുള്ള ഏത് സ്ഥലത്താണെങ്കിലും അവിടെ നിസ്കരിക്കാം, ലോകത്തെവിടെ നിസ്കരിക്കാം. സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ മറ്റൊരു കാര്യം, അത് ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാടിൽ അർഹതപ്പെട്ട പാവത്തുകളായ ആളുകൾക്ക് തന്നെ കൊടുക്കേണ്ട, അന്യ നാട്ടിലേക്ക് മാറ്റാൻ പാടില്ല. സക്കാത്ത് അതാത് നാട്ടിൽ തന്നെ കൊടുക്കേണ്ട സംഗതിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നോമ്പ് എന്ന് പറഞ്ഞ പരിശുദ്ധ റമളാൻ മാസം സമാഗതമാകുമ്പോൾ ഒരു ഭൂമിയിൽ ലോകത്ത് എവിടെയാണോ അവിടെ വെച്ച് നോമ്പ് അനുഷ്ഠിക്കാം. വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ട കാര്യമില്ല, എവിടെ വെച്ചോണെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാം. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിലെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹജ്ജ്, ഉംറ, അത് ലോകത്ത് എവിടെയും വെച്ച് പറ്റത്തില്ല. ആകാശത്ത് വെച്ച് പറ്റത്തില്ല, അന്തരീക്ഷത്തിൽ വെച്ച് പറ്റത്തില്ല, ഭൂമി എവിടെയും വെച്ച് പറ്റത്തില്ല. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഭവനം പണിതു. ആ ഭവനത്തിന്റെ മുന്നിൽ വെച്ചേ അത് പറ്റത്തുള്ളത്. അത് തന്നെ ഹജ്ജിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അതിനാണ് ഈ ഹാജിമാരെല്ലാവരും അങ്ങോട്ട് പോണത്. അല്ലാതെ എവിടെയെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണെങ്കിൽ അവിടേക്ക് പോകാമല്ലോ. ഇത് ഒരൊറ്റ സ്ഥലത്ത് വെച്ചേ പറ്റുള്ളൂ. പരിശുദ്ധ കഅബ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധ കഅബയിൽ ചെന്നിട്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഹജ്ജ്, ഉംറ എന്ന് പറയുന്നത്. അത്രയും മഹത്തായ പ്രത്യേകതയുള്ള സവിശേഷപ്പെട്ടതായ ഒരു അമലാണ് ഹജ്ജ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല
ചെയ്തവരിൽ നിന്ന് അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യാതൊരു പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ ആ പുണ്യഭൂമിയിൽ ആഫിയത്തോടുകൂടി മൗത്തിന് മുമ്പ് എത്തിക്കുമാറാകട്ടെ. അത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ സ്ഥലവും മക്കയാണ്. ഏറ്റവും പവിത്രമായ സ്ഥലവും മക്കയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം, നബി വളർന്ന സ്ഥലം, 53 വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം മക്ക. ആ സ്ഥലത്തേക്കാണ് ഹാജിമാർ പോകുന്നത്. എത്ര വലിയ ചിന്തയാണ് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചിന്തിക്കാനുണ്ട്. സയ്യിദുൽ കൗനൈനി വസഖലൈനി സയ്യിദുനാ റസൂലുള്ളാഹി പ്രപഞ്ചത്തെയും പ്രാപഞ്ചിക വസ്തുക്കളെയും മുഴുവനും സൃഷ്ടിക്കുവാൻ കാരണക്കാരനായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തതായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട്, നബിയുടെ ജീവിതം കൊണ്ട്, നബിയുടെ പോക്കുവരകൾ കൊണ്ട്, നബിയുടേതായ പാദസ്പർശനം കൊണ്ടും പവിത്രമായ പരിശുദ്ധമായ സ്ഥലം. ആ സ്ഥലത്തേക്കാണ് ഓരോ ഹാജിമാരും ചെല്ലുന്നത്. മുത്തുനബി 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നത് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ളതായ പീഡനങ്ങൾ കാരണമായിട്ടാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക വിടേണ്ടി വന്നത്. നബിയുടെ ജനനസ്ഥലം, നബി വളർന്ന സ്ഥലം, ആ സ്ഥലത്തോട് വിട പറയേണ്ടി വന്നത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വിടാൻ അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി ചുരുക്കി പറയുന്നു, നബികൾ മക്കയോട് വിട പറഞ്ഞു. മക്കയോട് വിട പറഞ്ഞപ്പോൾ നബികൾ ഒരു വാക്ക് പറഞ്ഞു. മക്കയോട് വിട പറയുന്ന അർദ്ധരാത്രി, ഹിജ്റയുടെ രാത്രി എന്ന് പറയും. ഹിജ്റയുടെ രാത്രി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മാത്രമായിരുന്നു കൂട്ടുകാരനായിട്ട് സഹായാത്രികനായിട്ടുണ്ടായിരുന്നത്. സിദ്ദീഖുൽ അക്ബറിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇറങ്ങുമ്പോൾ അല്പം അങ്ങോട്ട് മാറി എന്നിട്ട് നബികൾ പൊട്ടിക്കരഞ്ഞു. മക്കയിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, വല്ലാഹി ഇന്നകി ഖൈറു അർളില്ലാഹ് വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ ലൗലാ ഉഖ്രിജതു മാ ഖറജതു മിൻകി. ഓ മക്കാദേശമേ, ഇന്നകില ഖൈറു അർളില്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് നീ. മക്ക എന്ന ദേശത്തോട് അല്ലാഹു റസൂൽ സംസാരിക്കുന്ന അർദ്ധരാത്രി സമയത്ത് ഇന്നകില ഖൈറു അർളില്ലാഹ്, ഓ മക്ക ദേശമേ, ഭൂമിയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് നീ. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, സിദ്ധാവായ അള്ളാഹുവിലേക്ക് ഈ ഭൂലോകത്ത് നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും നീ തന്നെയാണ്. ലൗലാ അന്നീ ഉഖ്രിജതു, ഞാൻ ഇവിടെ നിന്ന് പോകേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടാവാതിരുന്നുവെങ്കിൽ മാ ഖറജതു മിൻകി, ഒരിക്കലും നിന്നിൽ ഞാൻ പോകത്തില്ലായിരുന്നു. അത്ര എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നിൽ പിറന്നു, നിന്നിൽ വളർന്നു, നിന്നിൽ തന്നെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ നിന്ന് പോകേണ്ട നിർബന്ധിത സാഹചര്യം വന്നുപോയി, അള്ളാഹുവിന്റെ കൽപ്പനയും വന്നു. അതുകൊണ്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ നിന്നോട് ഞാൻ വിട പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറാകണ്ണുകളോട് മക്കയോട് വിട പറഞ്ഞത്. മക്കയോട് വിട പറഞ്ഞു. ചെന്ന സ്ഥലമാകട്ടെ പരിശുദ്ധ മദീന. ഇത് രണ്ടും അന്വേഷിച്ചുകൊണ്ടാണ് ഇന്ന് ഹാജിമാർ യാത്ര ചെയ്യുന്നത്. ഉംറയ്ക്ക് പോകുന്നവർ യാത്ര ഈ രണ്ട് നാടുകളും അന്വേഷിച്ചുകൊണ്ട്, മക്കയും മദീനയും അന്വേഷിച്ചുകൊണ്ട്. മക്കയിൽ ചെല്ലുന്നു, ഉംറ നിർവഹിക്കുന്നു, ഹജ്ജിന്റെ വേളയിൽ ഹജ്ജ് ചെയ്യുന്നു, മക്കയിലെ പരിസര പ്രദേശങ്ങൾ, സന്ദർശന സ്ഥലങ്ങൾ മുഴുവനും സന്ദർശിക്കുന്നു, ഇജാബത്തിന്റെ സ്ഥലങ്ങളിലെല്ലാം എത്തിപ്പെടുന്നു. അതിന് മുന്നോടിയായിട്ടോ അതിന് ശേഷമോ പുണ്യ മദീനയിൽ പോകുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുറൗള സിയാറത്ത് ചെയ്യുന്നു. ഇതാണല്ലോ ഹാജിമാർ ഉംറയ്ക്ക് പോകുന്നവരെല്ലാം ചെയ്യുന്നത്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്ത് നിർവഹിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ആ പരിശുദ്ധ കഅബയിലെത്തി ഒരു മുഅ്മിനായ മനുഷ്യന് അവിടെ ചെന്നിട്ട് ഒരു ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ ഹജ്ജ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായി കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ്, അതിന്റെ പ്രയോജനം എന്താണ്, അതോടുകൂടി ആ മനുഷ്യൻ ഏതവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ കഅബയിൽ വരുകയും ഒരാൾ ഈ കഅബയിൽ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്താൽ ഖറജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്നും അവൻ പുറപ്പെട്ടു, അവൻ മോചിതനായി. മനുഷ്യരാകുമ്പോൾ ദോഷങ്ങൾ കാണും. വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലും അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു വിലക്കിയ പലതും ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി പരിശുദ്ധ കഅബയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച് കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പറയുന്നു, ആ ഉണ്ടായ സർവ്വ ദോഷങ്ങളിൽ നിന്നും അവന് മോചനം ലഭിക്കും. ഏതുപോലെ കയ്യവുമ വലതത്തുഹു ഉമ്മുഹു, അവന്റെ തള്ള അവനെ പ്രസവിച്ച ദിവസത്തിൽ അവൻ നിർദോഷിയായിരുന്നല്ലോ, ഒരു ദോഷവും ഇല്ലാത്ത അവസ്ഥയിലല്ല കുഞ്ഞുങ്ങൾ പറന്നു വീഴുന്നത് എന്നതിന്റെ കൂട്ട് ഹജ്ജിൽ നിന്നും വിരമിക്കുമ്പോൾ സർവ്വ ദോഷങ്ങളിൽ നിന്നും അവൻ മോചനായി കഴിഞ്ഞു. അവൻ പിറന്ന വീണ ദിവസം പോലെ ദോഷങ്ങളിൽ നിന്നും
മോചിതനായി കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഹജ്ജ് എത്ര മഹത്തായ അമലാണ്. അതായത് ഒരു മുഅ്മിനായ മനുഷ്യനെ നിർദോഷിയാക്കുന്ന അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ചെയ്ത ദോഷങ്ങൾക്ക് മുഴുവനും പരിഹാരം കണ്ടുതരുന്ന അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചെയ്തവർ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുക, ചെയ്യാത്തവർ ചെയ്യാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുക. കാരണം നമ്മളൊക്കെ നമ്മുടെ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധി കലശം ചെയ്ത് യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്ന, യഥാർത്ഥ ഒരു മുഅ്മിനാക്കി മാറ്റുന്ന, യഥാർത്ഥ അള്ളാഹുവിന്റെ ഒരു അടിമയാക്കി മാറ്റുന്നതായ ബൃഹത്തായ അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ളവർ. മാമിൻ നബിയ്യിൻ ഇല്ലാ വഹജ്ജ, ഹജ്ജ് ചെയ്യാത്ത ഒരൊറ്റ നബിയുമില്ല, ഹജ്ജ് ചെയ്യാത്ത ഒരു ഔലിയാവുമില്ല. മഹാന്മാരായ ഔലിയാ, ഉലമാ, സൂഫികൾ, സ്വാലിഹീങ്ങൾ എല്ലാവരും നിർവഹിച്ചിട്ടുള്ളവർ. അവരുടെ എല്ലാം പാദസ്പർശനം കൊണ്ട് പുളകിതമായ മണ്ണിലേക്കാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പോകുന്ന ഓരോ ഹാജിയും അവന്റെ കാലൂന്നുന്നത്. അതൊക്കെ എത്ര വലിയ സംഭവങ്ങളാണ്. ആദം നബി വന്ന സ്ഥലം, ഇബ്രാഹിം നബി വന്ന സ്ഥലം, അങ്ങനെ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരും വന്നു പോയ സ്ഥലത്ത് നമുക്ക് ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു കാലൂന്നാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്, ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണ്. എല്ലാവരും വന്നുപോയ സ്ഥലം, എല്ലാവരും വന്നുപോയ സ്ഥലം. മാത്രമല്ല, പരിശുദ്ധ കഅബ എന്ന് പറയുന്ന മനുഷ്യന്റെ നിർമ്മിതിയല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. കഅബ എന്ന് പറയുന്നത് ഈ ഭൂലോകത്തെ ഒന്നാമത്തെ കെട്ടിടം എന്ന് പറഞ്ഞ് ആരാ കെട്ടിടം ഉണ്ടാക്കിയത്, ആരുടെ നിർമ്മിതി? ഒരിക്കലും മനുഷ്യന്റെ നിർമ്മിതിയല്ല. മനുഷ്യൻ നമുക്കറിയാം, ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണ്. ആദം നബി ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരു വീടുണ്ട്. ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു വീട് പണിതിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചത്. സ്വർഗത്തിൽ നിന്നും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ഒരു വീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പണിത്. അപ്പോൾ ആരാ പണിതെന്നുള്ളതാ? മനുഷ്യനല്ല പണിതത്, പിന്നെ ആരാ പണിതത്? അള്ളാഹുവിന്റെ മുഖറബീകളായ മലക്കുകളുടെ നിർമ്മിതിയാണ് പരിശുദ്ധ കഅബ. ഇതെല്ലാം ഓരോ ഹാജിയും പരിശുദ്ധ കഅബത്തിന്റെ മുന്നിലെത്തുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകളാണ്, കൊണ്ടുവരേണ്ട ചിന്തകളാണ്. ഈ ചിന്തകളൊക്കെ വന്ന് മറിയുമ്പോൾ എന്തെന്നില്ലാത്ത ഖൗഫും തഖ്വയും ആ ഭൂമിയിൽ വെച്ചുണ്ടാകും. അത് ഭാവി ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വർദ്ധിക്കുന്നതിന് കാരണമാകും. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വർദ്ധിക്കുന്നതിന് കാരണമാകും. വനാ ബൈത റബ്ബിൽ അർശി അശ്റും ഫഖുദുഹുമു മലായികത്തുല്ലാഹിൽ കിറാമു വആദമു. മലക്കുകളാണ് പരിശുദ്ധ കഅബ ആദ്യമായിട്ട് പണിതത്. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്തിൽ 40 ഹജ്ജ് നടന്നുപോയി ചെയ്തുവെന്ന് രേഖകളിലുണ്ട്, ചരിത്രങ്ങളുണ്ട്, സത്യസന്ധമായ ചരിത്രങ്ങളിലുണ്ട്. ഹജ്ജ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദി മാഷിയ, കാൽനടയായി നടന്നുപോയി ഇന്ത്യയിൽ 40 ഹജ്ജ് പോയി ചെയ്തതെന്ന് ചരിത്രങ്ങളിൽ സത്യമാണ്, അതുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 40 ഹജ്ജ് ചെയ്ത ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് ഹജ്ജിന് പോകുമ്പോൾ പരിശുദ്ധ കഅബ ഷരീഫ് തവാഫ് ചെയ്തു. ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ അമലാണല്ലോ കഅബൻ തവാഫ് ചെയ്യുക എന്നുള്ളത്. കഅബൻ തവാഫ് ചെയ്തിട്ട് കഅബത്തിന്റെ തണലിൽ അല്പം ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടി ആദം നബി മാറിയിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. യാ ആദം, ഓ ആദമേ, ഇന്നൽ മലായികത യതൂഫൂന ഖബ്ലക ബിഹാദൽ ബൈതി ബിസബഅതി ആലാഫി സനാ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആദമേ, അങ്ങേക്ക് മുമ്പ് 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവനമാണിത്. ആ ഒരു ഭവനത്തിലാണ് അങ്ങ് എത്തിയത്, ആ ഒരു ഭവനത്തിലാണ് അങ്ങ് തവാഫ് ചെയ്യുന്നത്. അപ്പൊ ആദം നബി തവാഫ് ചെയ്തതിന് 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് മുടങ്ങാതെ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ഭവനമാണ് പരിശുദ്ധ കഅബ. അപ്പൊ മനുഷ്യനേക്കാളും പഴക്കമുള്ളത്. മനുഷ്യൻ വന്നപ്പോൾ ആ ഭവനമുണ്ട്, അങ്ങനത്തെ ഒരു ഭവനം. അവിടെയാണ് ഹജ്ജ് നടക്കുന്നത്, അവിടെയാണ് ഉംറ നടക്കുന്നത്. അതാണ് ലോക മുസ്ലിം ഉമ്മത്തിന്റെ പ്രതീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത്. അതാണ് പ്രതീക്ഷാ കേന്ദ്രം. അവിടെയാണ് എല്ലാവരും എല്ലാ പ്രതീക്ഷകളുമായിട്ട്, എല്ലാ അഭിലാഷങ്ങളും, എല്ലാ ആഗ്രഹങ്ങളുമായിട്ട് പോകുന്നത് അവിടെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ ഒരിക്കൽ വന്ന് കിട്ടുക എന്ന് പറഞ്ഞത് അത് ഏറ്റവും വലിയ കാര്യമാണ്. അതിനുവേണ്ടി എത്ര രൂപ ഇന്നിപ്പോൾ സാമ്പത്തികം, ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്നവർക്ക് 4 ലക്ഷത്തോളം രൂപയാവും. ഹജ്ജ് പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവർക്ക് 8 ലക്ഷത്തോളം രൂപയാവും. ഹജ്ജ് ഗ്രൂപ്പിൽ പോകുന്നവരെല്ലാം അമിതമായി ആളുകളിൽ നിന്ന് പൈസ ഈടാക്കുന്നൊക്കെ ആക്ഷേപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പുണ്യകർമ്മത്തിന് വേണ്ടി ഇത്രയും രൂപ ചെലവഴിക്കുക എന്നുള്ള ഒരിക്കലും നഷ്ടമാകത്തില്ല, ഒരിക്കലും നഷ്ടമാകത്തില്ല. നമ്മൾ ചിന്തിക്കണം. ഈ മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ് എല്ലാ ദോഷങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിയും. അത് ദുനിയാവിൽ. അങ്ങനെ ഒരു ഹജ്ജ് ചെയ്തുകൊണ്ട് മരണപ്പെട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ത്യാഗപൂർണമായ അമൽ ചെയ്തതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? എന്താ അള്ളാഹു നൽകുന്ന പ്രതിഫലം? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ്, അതായത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ച ഹജ്ജ്.
ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലവും അതിലില്ല, അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ഒരു മുഅ്മിൻ നിർവഹിച്ച് ആ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നത് ആ ഹജ്ജ് എന്ന് പറയണം പുണ്യകർമ്മം പരിഗണിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിന് പകരം അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം അത് കൊടുക്കുകയാണ്. സ്വർഗം വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ലോകമല്ല, ഒരമലും ചെയ്യാതെ നാളെ റബ്ബിന്റെ മുന്നിൽ ഒരാൾ ചെന്നു കഴിഞ്ഞാൽ ഈമാനും ഇല്ല അമലുമില്ല, ചെന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടത്തില്ല. അങ്ങനെ ചെല്ലുന്നവരുടെ വാസസ്ഥലം കത്തിയാളുന്ന നരകമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാനും അമലുമായിട്ട് ചെല്ലുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ലോകമാണ് സുഖലോക സ്വർഗം എന്ന് പറയുന്നത്. അമലുകൾ കൂട്ടത്തിൽ മഖ്ബൂലായ ഒരു ഹജ്ജുമായിട്ട് 4 ലക്ഷം രൂപ വിലവാക്കി 7 ലക്ഷം രൂപ വിലവാക്കി ചെയ്ത ഒരു ഹജ്ജുമായിട്ട് റബ്ബിനെ വിളിച്ചെന്നെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അമൽ പരിഗണിക്കും, അതിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കും. അല്ലാതെ ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ചെലവാക്കേണ്ട 7 ലക്ഷം രൂപ ഹജ്ജ് ചെയ്തില്ല, ആ 7 ലക്ഷം രൂപ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചെന്ന് വെച്ചോ, സമർപ്പിക്കാൻ പറ്റത്തില്ല. സമർപ്പിച്ചെന്ന് സങ്കല്പിക്കുക, അള്ളാഹു അത് സ്വീകരിക്കത്തില്ല. 7 ലക്ഷം പോയിട്ട് 70 ലക്ഷം സ്വീകരിക്കില്ല. 7 കോടി 70 കോടി കോടാന കോടി കൊടുത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം എന്തിയത്തില്ല, കൊടുക്കത്തില്ല. അള്ളാഹുവിന്റെ സ്വർഗം വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല, അമൂല്യമാണ് സ്വർഗം എന്ന് പറയുന്നത്, അമൂല്യമാണ് സ്വർഗം. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നബറല്ലാഹു മറക്കദഹു, പഴയ ആളുകൾക്കെല്ലാം അറിയാം, പള്ളാർച്ചി തഴവ ഉസ്താദ് നാടൊട്ടക്ക് നടന്ന് പ്രസംഗിച്ച മഹാമനുഷ്യൻ. അദ്ദേഹത്തിന്റെ സരളമായ ശൈലിയിൽ അദ്ദേഹം എഴുതി വെച്ചു, കൊതിയുണ്ട് റബ്ബേ വാങ്ങുവാനാ വീട്. ഏത് വീട്? സ്വർഗം. കൊതിയുണ്ട് റബ്ബേ വാങ്ങുവാനാ വീട്, ഗതിയില്ല. കൊതിയുണ്ട് റബ്ബേ വാങ്ങുവാനാ വീട്, പക്ഷെ അത് വാങ്ങിക്കുവാനുള്ള ഗതിയില്ല, പൈസയില്ല. അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനെ, അത് നിന്റെ പക്കൽ തന്നെ യാതയ്യാനേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ സ്വർഗം അത് വിലമതിക്കാൻ പറ്റുന്ന സംഗതിയല്ല, അത് അമൂല്യമാണ്. എന്നാൽ മഖ്ബൂലും മബ്റൂറുമായ 7 ലക്ഷം രൂപ ചെലവാക്കി ചെയ്ത ഒരു ഹജ്ജുമായിട്ടാണ് റബ്ബിന്റെ മുന്നിൽ അവന്റെ അടിമയെത്തുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗം കൊടുക്കും. അപ്പം സ്വർഗമല്ലാത്തൊരു പ്രതിഫലവുമില്ല. അങ്ങനത്തെ ഒരു അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അർഹമുർ റഹീം റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര രൂപ ചെലവഴിക്കേണ്ടി വന്നാലും അത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ, മനസ്സ് അള്ളാഹു നൽകുമാറാകട്ടെ. അതിയായി സഹോദരന്മാരെ എല്ലാവരും ആഗ്രഹിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല, സംസാരിച്ചു ഇങ്ങനെ നീണ്ടുപോകും. കാരണം അനന്തമായ ഒരു വിഷയമാണ് ഈ ഹജ്ജ് അതുപോലെ ഉംറ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ജനബാഹുല്യം കാരണമായിട്ട് അത് കുറച്ച് കടുപ്പം ആണ് എന്നതിൽ കവിഞ്ഞ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലളിതമാണ്. ഹജ്ജിന്റെ അതിന്റെ പ്രായോഗിക വശം ചുരുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ ക്ലാസ്സിലൊക്കെ വളരെ വിശാലമായിട്ട് നീട്ടിപ്പരത്തി പറയും. എങ്കിൽ കൂടി ഇത് ചെയ്യാൻ വളരെ ലളിതമാണ്. പക്ഷേ ജനബാഹുല്യം, ലക്ഷക്കണക്കിന് ആളുകൾ, വിവിധ ദേശക്കാരും ഭാഷക്കാരും വേഷക്കാരുമായിട്ടുള്ള ആളുകൾ ഒന്നാകെ വന്നു മറിയുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആ ജനത്തിരക്കിനിടയിൽ അമലുകൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നതിൽ കവിഞ്ഞ് ഹജ്ജിന്റെ അമലുകളൊന്നും ഏറത്തിൽ ബുദ്ധിമുട്ടില്ല. യഥാർത്ഥ സ്ഥലത്ത് നിന്ന് മീഖാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടുന്നു. അതായത് നമ്മൾ നിസ്കാരത്തിലൂടെ നിയ്യത്ത് വെക്കുന്നതിന്റെ സ്ഥാനത്താണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിന്ന് ഇഹ്റാം കെട്ടും. നവൈത്തുൽ ഹജ്ജ ലില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാം കെട്ടുന്നു. അതിനാണ് നിസ്കാരത്തിന്റെ നിയ്യത്തിന്റെ സമയത്ത്, ഒളൂവിന്റെ നിയ്യത്തിന്റെ സ്ഥാനത്ത്, നോമ്പിന്റെ നിയ്യത്തിന്റെ സ്ഥാനത്ത് ഹജ്ജിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്റാമാണ്. അപ്പോൾ ഇഹ്റാം കെട്ടുന്നു. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറഫാ സംഗമമാണ്. ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയ ഒരു ഹാജി നേരെ പോകുന്നത് അറഫയിലേക്കാണ്. അറഫാ സംഗമം, നാളത്തെ മഹ്ശറയെ ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യ കടലാണ് അറഫ എന്ന് പറയുന്നത്, മനുഷ്യ മഹാസാഗരം അറഫ. ഏതൊരു മുഅ്മിനും വിങ്ങി പൊട്ടി കരഞ്ഞു പോകുന്ന രംഗം. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യന്മാർ എല്ലാവർക്കും ഒരേ വേഷം. ഏതെല്ലാം വേഷങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവരുടെ നാടുകളിൽ നിന്നും മക്കയിലേക്ക് വന്നെങ്കിൽ പോലും ആ വേഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു മുണ്ടെടുക്കുന്നു, ഒരു മുണ്ട് തോളിലൂടെ ഇടുന്നു. എല്ലാവരും വേഷം കണ്ട ഒരാളിനെ മനസ്സിലാവത്തില്ല. ഒരൊറ്റ ഏത് ഇന്ത്യക്കാരനാണോ അമേരിക്കക്കാരനാണോ ചൈനക്കാരനാണോ ഒരാളിനും വേഷം കണ്ട് മനസ്സിലാവത്തില്ല. ഒരേ ഒരു വേഷം. വായിൽ നിന്ന് വീണത് കേട്ടുകൊണ്ടും ഏത് ദേശക്കാരനോ ഭാഷക്കാരനോ മനസ്സിലാക്കാത്ത പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും നാവിൽ നിന്ന് വീണത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഒരേ വേഷം, ഒരേ മന്ത്രധ്വനി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യ മഹാസംഘം അറഫ. ആ അറഫയാണ് ഇഹ്റാമിന് ശേഷം ഹാജി ചെയ്യുന്ന ഒന്നാമത്തെ അമൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുരുക്കി പറയാം, അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന മുസ്ദലിഫയിൽ രാപാർക്കുക എന്നത് ഹജ്ജിന്റെ അവിഭാജ്യമായ ഘടകമാണ്. ഒരു മൈതാനം, അതിവിശാലമായ മൈതാനം, ഒന്നുമില്ല, അവിടെ പോയിട്ട് രാത്രി താമസിക്കുക. അതാണ് ഹജ്ജിന്റെ ഭാഗം.
ചൊല്ലൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യവും ഹജ്ജിലില്ല. എല്ലാം ചെയ്യലുകളാണ്, പ്രവൃത്തികളാണ്. ഇഹ്റാം കെട്ടുന്നു, അറഫയിൽ പോയി അവിടെ കഴിയുന്നു, ദുആയിലും ഖുർആൻ പാരായണത്തിലും ദിക്റിലുമായിട്ട് അവിടെ അറഫ ദിവസം, അതായത് ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം ളുഹർ മുതൽ മഗ്രിബ് വാങ്ക് വിളിക്കുന്നവരെ അറഫയിൽ കഴിയുന്നു. മഗ്രിബിന്റെ വാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറഫയിലുള്ള ഈ കണ്ട ലക്ഷക്കണക്കിന് മുഴുവൻ ആളുകളും പായൽ പോലെ അടുത്ത പോകുന്നു മുസ്ദലിഫയിലേക്ക്. മുസ്ദലിഫയിൽ പോയിട്ട് അവിടെ രാത്രി താമസിക്കുന്നു. താമസം എന്ന് പറഞ്ഞാൽ അവിടെ രാത്രി മബീത്ത്, അല്പം ഒന്ന് ഉറങ്ങുന്നു. പിന്നെ രാത്രി കാലങ്ങളിലുള്ള ഇബാദത്തുകൾ, ദിക്റുകൾ, കാര്യങ്ങളെല്ലാം ചൊല്ലുന്നു. അവിടെ നിന്ന് ജംറകൾ എറിയാൻ വേണ്ടിയുള്ള കല്ല് ശേഖരിക്കുന്നു. അന്നത്തെ രാത്രി മുസ്ദലിഫയിൽ കഴിഞ്ഞിട്ട് പിറ്റേന്ന് സുബഹി നിസ്കാരം അവിടെ നിർവഹിച്ചുകൊണ്ട് നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം, അതായത് ദുൽഹിജ്ജ 10-ന്റെ അന്ന് മുസ്ദലിഫയിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് അവിടെ രാത്രി കിടന്നുറങ്ങിയ ശേഷം എല്ലാവരും നേരെ മിനയിലേക്ക് പോകുന്നു. തമ്പുകളുടെ ലോകം എന്ന് മാത്രമല്ല, ചരിത്രപ്രസിദ്ധമായ സ്ഥലം, ഒരുപാട് രോമാഞ്ചജനകമായ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതായ മിന നഗരം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ കാലങ്ങൾ പരിശോധിക്കുക, ഒരുപാട് സംഭവങ്ങൾ. ഇസ്മായിൽ നബി അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം, ആ മഹത്തായ സംഭവം നടന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് സംഭവം നടന്ന മിനയിലേക്ക് എന്ത് ചെയ്തു പോകുന്നു. പെരുന്നാളിൻ്റെ അന്ന് ജംറത്തുൽ അഖബ എന്ന സ്ഥലം, ആ ജംറയിലേക്ക് എന്ത് ചെയ്യുന്നു, എറിയുന്നു. അതാണ് പെരുന്നാൾ ദിവസം മിനയിൽ ചെന്നിട്ട് ഓരോ ഹാജിയും ചെയ്യുന്നത്. അവിടെയൊക്കെ വലിയ തിരക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ട ആളുകളെല്ലാം ഒരുമിച്ചുകൂടെ എല്ലാവർക്കും ഈ നിശ്ചിത സമയത്തിനുള്ളിൽ കർമ്മം നിർവഹിക്കണമല്ലോ, ഈ ഏറെന്ന് പറയുക. അപ്പോൾ അതിനനുസരിച്ച് തിരക്കുണ്ടാവും, തിരക്കാണ്. അങ്ങനെ തിരക്കിലും പെട്ട് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2005 ഹജ്ജിന് പോകുമ്പോൾ അന്ന് ജംറ എടുക്കൽ അപകടം നടന്നു. നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു. ജംറയിൽ എറിയേണ്ട 3-ാമത്തെ ദിവസം, ജംറയിലെ രണ്ടാമത്തെ ദിവസം അതിശക്തമായ തിരക്കുണ്ടായി. അത് കാരണമായിട്ട് ജംറ എടുക്കൽ മരണങ്ങളുണ്ടായി. 200-200-ലധികം ആളുകൾ എങ്ങോട്ട് മരണപ്പെട്ടു. നമ്മൾ ആ സമയത്ത് എറിയാൻ പോയി. നമ്മൾ ടെൻറ്റിൽ കുറേ കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളതിൽ നമ്മൾ ടെൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വാർത്ത അറിയുന്നത് ജംറ എടുക്കൽ അപകടം നടന്നു, ആളുകൾ മരണപ്പെട്ടു, ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള അറിയിപ്പ് വന്നു. പിന്നെ നമ്മൾ അന്ന് രാത്രിയാണ് പോയിട്ട് അറിഞ്ഞത്. ആ സമയത്ത് എറിയാൻ പോയി. രാത്രി എറിയാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള യാതൊരു അടയാളമില്ല. എല്ലാം അവിടെ ശുദ്ധീകരണം നടത്തി കഴിഞ്ഞ്, മരിച്ചവരെ കൊണ്ടുപോയി കഴിഞ്ഞ്, അപകടത്തിൽപ്പെട്ട് അവസരമാരൊക്കെ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു അടയാളമില്ല. അപ്പോൾ ഈ ജനബാഹുല്യം കാരണമായിട്ട് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാവരും കൂടി ഈ ഏറെ നിർവഹിക്കാൻ വേണ്ടി, പക്ഷേ ഇപ്പം അതിനുള്ള സൗകര്യങ്ങൾ സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴത്തെ നില, മേളത്തെ നില, 3-ാം നില, 2-3 നിലകളിലായിട്ട് നിന്നുകൊണ്ടാണ് ഇപ്പോൾ എറിയുന്നത്. അതുകൊണ്ട് അപകട സാധ്യതകൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം ജംറത്തുൽ അഖബയിലേക്ക് എറിയുക എന്നുള്ളൊരു അമലുണ്ട്. അത് കഴിഞ്ഞാൽ തഹല്ലുൽ അവ്വൽ എന്ന് പറയും. അതായത് ഹാജിമാർ ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം, ഈ 2 മുണ്ട് അത് മാറ്റിയിട്ട് സാധാ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊടുത്ത്, പിന്നെ അറുത്ത് കൊടുക്കേണ്ടവർ അറുത്ത് കൊടുക്കും, മുടി കളയും. അത് കഴിഞ്ഞിട്ട് നേരെ പരിശുദ്ധ കഅബയിൽ ചെന്ന് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അമൽ കഅബ തവാഫ് ചെയ്യും. ഇതിനൊക്കെ വലിയ തിരക്കായിരിക്കും. കഅബ തവാഫ് ചെയ്യുന്ന ഒരു അമലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറയും സ്വഭാ മറവക്കിടയിൽ സഈ ചെയ്ത്, അവിടെയും തിരക്കായിരിക്കും. സഈ ചെയ്തിട്ട് പിന്നെ വീണ്ടും തിരിച്ച് മിനയിലേക്ക് വരുവാണ്. പിന്നെ മിനയിൽ വന്നു കഴിഞ്ഞാൽ 3 ദിവസം മിനയിൽ താമസിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഭക്ഷണങ്ങളോ വെള്ളങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഇനി ഒരു പക്ഷേ അമിതമായ ഭക്ഷണമോ വെള്ളമോ കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് അല്പസ്വല്പം എന്തെങ്കിലും വെച്ചപ്പെടാൻ വേണ്ടി മാത്രം കഴിച്ചുകൊണ്ട് 3 ദിവസത്തെ മിനയിലെ ജീവിതം ത്യാഗപൂർണ്ണമാണ്. 3 ദിവസം. ഈ 3 ദിവസങ്ങളിൽ ഓരോ ദിവസവും 3 ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, 3 ജംറകളിലേക്ക് എറിയുന്ന ഒരു അമലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ദുൽഹിജ്ജ 8-ന്റെ അന്ന് ഇഹ്റാം കെട്ടി, 9-ന്റെ അന്ന് അറഫ, 9-ന്റെ അന്ന് രാത്രി മുസ്ദലിഫ, 10-ന്റെ അന്ന് ജംറത്തുൽ അഖബ എറിയുന്നു. 11, 12, 13 ദിവസങ്ങളിൽ 5 ദിവസത്തെ അമലാണ് ഹജ്ജിന്റെ അമൽ എന്ന് പറയുന്നത്. തിരിച്ച് വീണ്ടും മക്കയിൽ വന്നിട്ട് വിടവാങ്ങൽ ദുആ നടത്തി എല്ലാവരും നാടുകളിലേക്ക് പോകുന്നു. മദീനയിൽ പോയിട്ടില്ലാത്തവർ മദീനയിലേക്ക് വന്നു ഹജ്ജ് കഴിഞ്ഞ്. അപ്പോൾ 5 ദിവസത്തെ അമലിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. 5 ദിവസത്തെ അമൽ, ആ 5 ദിവസം ത്യാഗമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹസീമാണ്. ഈ 5 ദിവസവും ഹൃദയ സാന്നിധ്യത്തോടും ഭക്തിയോടുകൂടി എത്ര തിരക്കും അനുഭവപ്പെട്ടാലും നമ്മുടെ മനസ്സിലെ ചിന്ത, ഹൗഫ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് പോകാത്ത രീതിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ നിറഞ്ഞ ചിന്തയോടുകൂടി അമലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ ഹാജിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇത്രയും രൂപ ചെലവാക്കി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അവിടെ നിന്ന് പോയിട്ട് ഇതൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ പേടിച്ചോ അല്ലാതെയോ അവിടെ നിന്ന് ഇതൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞാൽ വമ്പൻ നഷ്ടം. അതിലും വലിയ നഷ്ടം വേറെ ഇല്ല. കാരണം അങ്ങനെ വന്നവർ പിന്നെ ഒരിക്കൽ കൂടെ തിരിച്ചു പോകാൻ തോന്നത്തുമില്ല, പോകത്തുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിന് പോയിട്ട് ഹജ്ജ് ചെയ്തില്ല, പൈസ ചെലവാക്കി അവസാനം അള്ളാഹുവിൻ്റെ മുന്നിൽ അതിന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ പേടിച്ചും അറച്ചും ഒന്നും മാറിയിക്കേണ്ട ഒരു അമലല്ല. നാട്ടിലായിരുന്നാൽ തന്നെ അല്ലെങ്കിൽ ഹജ്ജിന് പോയാൽ തന്നെ ഒരമലും പേടിച്ച് മാറിയിക്കേണ്ട കാര്യമില്ല. എന്ത് സംഭവിച്ചാലും, യാത്രയിലായാലും അമലുകൾ നടക്കുന്ന സ്ഥലത്തായാലും വരുന്ന വരവിലായാലും എന്ത് സംഭവിച്ചാലും അത് ഖൈർ തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മമ്മാത ഫി അഹദിൽ ഹറമൈനി, രണ്ടാലൊരു ഹറമിൽ വെച്ച് ആരെങ്കിലും മരിച്ചു എന്ന് വെക്കുക,
മരിക്കാൻ വേണ്ടി ആഗ്രഹം. മഹാന്മാരായ ആളുകളൊക്കെ ഒന്നുകിൽ മക്കയിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ മദീനയിൽ വെച്ച് മരിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കും. ആ ആഗ്രഹങ്ങൾ സഫലമാകുക എങ്ങനെ? മദീനയിൽ വെച്ച് മക്കയിൽ വെച്ച് മരിച്ച ഒരുപാട് ആളുണ്ട്. സാധാരണ മുഅ്മിനീങ്ങളുണ്ട്, മഹാന്മാർ ഔലിയ ഉണ്ട്, ഉലമാ ഉണ്ട്, താങ്ങന്മാരുണ്ട്, അതുപോലെ നബിമാരുണ്ട്. അവിടെ വെച്ച് മരണപ്പെടുന്ന ആഗ്രഹിച്ചവർ, അങ്ങനെ മരിച്ച അവിടെ കബറക്കിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അല്ലാഹു റസൂൽ പറയുന്നു, മക്കയിൽ വെച്ചോ മദീനയിൽ വെച്ചോ ആരെങ്കിലും മരിച്ചാൽ ഉഴിസ യൗമൽ ഖിയാമത്തി ആമീന, അന്ത്യനാളിൽ യാതൊരു ഭയവുമില്ലാത്ത അവസ്ഥയിൽ മഹ്ശറയിൽ ഹാജരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറ എന്ന് പറയാൻ എല്ലാവരും പേടിച്ചു പോകുന്ന ലോകം, എല്ലാവരും പേടിച്ചു പോകുന്ന, ആരും പേടിക്കാത്തവരില്ല. പക്ഷേ ആ വേദിയിൽ ഹറമിൽ വെച്ച് മക്കയിൽ വെച്ചോ മദീനയിൽ വെച്ചോ മരിച്ചവർക്ക് യാതൊരു പേടിയില്ല, നിർഭയത്തോടു കൂടിയായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹജ്ജു മുഖ്ബിലൻ വമുദ്ബിറ ഫീ ലമാനില്ല. ഹജ്ജിന് പോകുന്ന ആൾ പോകുന്ന പോക്കിലും തിരിച്ചു വരുന്നവരവിലും ഫീ ലമാനില്ല, അള്ളാഹുവിന്റെ കാവലിലും ഉത്തരവാദിത്വത്തിലുമാണ്. എന്ത് സംഭവിച്ചാലും അത് ഖൈർ തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ഹജ്ജിന് വേണ്ടി പോയിട്ട് വരുമ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് മാറിയിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ള കടക്കാടം, എനിക്കുള്ള പുരേടം, എനിക്കുള്ള സമ്പത്ത് അത് ചെലവാക്കി അത് വിറ്റ് ഞാൻ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഹജ്ജെല്ലാം കഴിഞ്ഞു ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ചെലവിൽ കഴിയുന്ന അവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചും അറച്ചും പേടിച്ചും മാറിയിക്കേണ്ട കാര്യമില്ല. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ഹജ്ജു വൽ ഉംറത്തു യംഫിയാനിൽ ഫഖർ കമാ യംഫിൽ ഖീറു ഖബസൽ ഹദീദ്. ഹജ്ജും ഉംറയും എന്ന് പറയുന്നത് അത് പോകുന്നതിന് മുമ്പ് ഒരാളിൻ്റെ ജീവിതത്തിലുള്ള ദാരിദ്ര്യത്തെ കൂടിയില്ലാതെ വെച്ചിരുന്ന കാര്യമാണ് ഹജ്ജും ഉംറയും. ഹജ്ജും ഉംറയും കഴിഞ്ഞ് വന്നതിന് ശേഷം ദാരിദ്ര്യം ഇല്ലാവുന്നില്ല. നിലവിലുള്ള ദാരിദ്ര്യത്തെയും ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ദാരിദ്ര്യത്തെയും ഇല്ലാതാക്കി സാമ്പത്തികമായി മുഅ്മിനിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതായ അമലാണ്. പക്ഷെ വിശ്വാസമാണ് മുഅ്മിനിന് വേണ്ടത്. ഇതിലൊക്കെ വിശ്വാസമാണ് വേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുന്ന അമലും കൂടിയാണ് ഹജ്ജും ഉംറയും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു മുഅ്മിനും ഒരു കാര്യവും ചിന്തിച്ച് പേടിച്ച് അറച്ച് മാറി നിൽക്കേണ്ട, ഉപേക്ഷിക്കേണ്ട ഒരമലല്ല ഹജ്ജും ഉംറയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ആ പുണ്യകർമ്മം നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അന്തരീക്ഷമൊക്കെ അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. പരിശുദ്ധ റമളാനെല്ലാം അതിശക്തമായ ചൂടിൽ നമുക്കറിയാം വളരെ ത്യാഗമായിരുന്നു ഈ കഴിഞ്ഞ റമളാൻ. പക്ഷേ അതെല്ലാം മാറി പടച്ചവൻ്റെ ആ ഖദർ ഖളാ ഉണ്ടായി, ആ മഴ വന്നു. നമ്മളെല്ലാം ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. റബ്ബിൻ്റെ റഹ്മത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലായ്പ്പോഴും ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാ ഹുറത്തുൽ നബിയിന വസയ്യിദിന വശഫീന